ദീപ, ഞാൻ പറയണ കേൾക്ക്. കല്യാണം കഴിച്ചിട്ട് 5 വർഷമായി. ഇതുവരെ ഞാനൊരു പുരുഷൻ, നിന്റെ ഭർത്താവ് എന്നുള്ള രീതിയിൽ എനിക്കൊരു ആഗ്രഹം നടന്നിട്ടില്ല. നിനക്ക് കല്യാണം കഴിഞ്ഞ മുതൽ ഞാൻ എപ്പോഴും കേൾക്കണത് എപ്പോഴും നാദിയ 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 എന്നുള്ള ചിന്തയാണല്ലോ. ഞാനൊരു പുരുഷനുള്ള കാര്യം മറക്കണ്ട. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ ആദ്യം പറഞ്ഞല്ലേ കല്യാണത്തിന് മുന്നേ തന്നെ. എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളോടല്ല, ഞാൻ എന്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കാര്യമുണ്ട്? ഞാൻ അറിഞ്ഞില്ലല്ലോ. നമ്മുടെ കല്യാണം നടത്തിയതിന് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് അവളെന്ന് വെച്ച ജീവനാ. എടി, നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, അവളൊരു സ്ത്രീയാണ്. ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? സ്നേഹിക്കാൻ എന്താ സ്ത്രീയും പുരുഷനോ? നിങ്ങൾ എന്തിനാ അതിനിങ്ങനെ വേർതിരിച്ച് കാണണേ? എന്ത് ചിന്താഗതിയാണ് നിന്റത്? അതെ, എന്റെ അടുത്ത് ഓവർ ഡയലോഗ് ഒന്നും എടുക്കണ്ട. ഞാൻ മരിക്കുന്നിടത്തോളം അവളിന്റെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഉദ്ദേശിക്കണൊന്നും നടക്കൂല്ല. എടി ദീപ, ഞാൻ നാണം കെടും. നാട്ടില് ഞാൻ എന്താ പറയാ? ഇപ്പൊ തന്നെ ഓരോരുത്തർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഓരോരുത്തർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ എന്ത് വേണേലും പറഞ്ഞോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ വല്ലാതെ കിടന്ന് ഒച്ച വെക്കുകയാണെങ്കിൽ ഞാൻ അവളുടെ കൂടെ ഇറങ്ങിപ്പോവും. എന്തൊരു കഷ്ടം. കഷ്ടം. എടി, നിന്റെ നാട്ടിൽ കുഴപ്പമില്ല. ഇത് എന്റെ വീട്ടിൽ എന്റെ നാട്ടിൽ വന്നിട്ടാ നീ തോന്നിയാസം കാണിക്കണേ. പിന്നെ നിങ്ങൾ എന്റെ ജീവിതം വെച്ചല്ല കളിക്കണേ. ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാന്ന് പറയുമ്പോ അതിന്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയാം. നിനക്ക് എന്താണ് എന്നെ ഇഷ്ടമില്ലാത്തത്? ഞങ്ങള് ചെറുപ്പം തൊട്ടേ ജനിച്ചതും വളർന്നതും കളിച്ചതും ഒക്കെ ഒരുമിച്ചാ. എനിക്ക് അവളില്ലാതെ പറ്റൂല. എടി, എത്ര കൂട്ടുകാരികളുണ്ട് ഇങ്ങനെ ഒരുമിച്ച് കളിച്ചു വളർന്നവര്? അവരൊക്കെ ഇതേപോലെയാണോ? അതുപോലെയുള്ള ഇഷ്ടമല്ല എനിക്ക് അവളെടുത്ത്. അവളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. അവളല്ലാതെ എനിക്ക് ഈ ലോകത്ത് വേറൊന്നുമില്ല. എടി, നിന്റെ മനസ്സിൽ എന്താണ് അത് പറ. എന്റെ മനസ്സിലുള്ള ഞാൻ കുറെ വട്ടം പറഞ്ഞതാ. പിന്നെ അത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ശല്യം. നിങ്ങൾ വേണമെങ്കിൽ വേറെ കല്യാണം കഴിച്ചോ. പ്ലീസ്, നിന്റെ കാല് പിടിക്ക പ്ലീസ്. നാണം കെടുത്തില്ലേ? നിന്നെ എനിക്ക് അത്രക്ക് ഇഷ്ടമായ കാരണമല്ലേ ഈ പറയണേ. നിന്നെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല പ്ലീസ്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ അവളെ വിട്ടിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റൂല. എനിക്ക് അവള് വേണം. അവൾ എന്റെ കൂടെ വേണം. ഞാൻ അവളെ കൊല്ലും. എന്നാ പിന്നെ കാണാം. നിങ്ങളെ ഞാനും കൊല്ലും. അത്ര തന്നെ. കൊറേ വട്ടായി പറയണു. ഇനി ഇതിനെ കുറിച്ച് എന്റെ അടുത്ത് സംസാരിക്കണ്ട. ഹലോ നാദി, നീ എവിടെയാ? വീട്ടിലാണോ? ഇവിടെ ആകെ പ്രശ്നാടോ, ഹസ്ബൻഡും ഞാനും. എനിക്കറിയാലോ, എനിക്ക് നീ ഇല്ലാതെ പറ്റൂല. കല്യാണം അതാ ഞാൻ പറഞ്ഞേ, കല്യാണം കഴിഞ്ഞെന്നുള്ളൂ. അയാൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തു കൊടുക്കാറില്ല. പിന്നെ അത് മാത്രല്ല, എനിക്ക് നിന്നെ മനസ്സിൽ വെച്ചിട്ട് അയാളുടെ കൂടെ കിടക്കാനും ഇഷ്ടമല്ല. എനിക്ക് നീ ഇല്ലാതെ പറ്റൂല. നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? എനിക്ക് ഇവിടെ നിക്കാൻ ഇനി പറ്റൂല. ആയിക്കോട്ടെ, എന്തായാലും വേണ്ടില്ല. നമുക്ക് ഇന്നോ നാളെ ഇവിടെ നിന്ന് ഇറങ്ങണം. എനിക്ക് നീല പറ്റൂല ഇനി. ഇനി ഒന്നും ചെയ്യാനില്ല. നമുക്ക് എവിടെങ്കിലും പോവാം, എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കാം. എനിക്ക് ഇങ്ങനെ ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റൂല. ഹലോ, എനിക്ക് കേൾക്കുന്നുണ്ട്. നീ പറഞ്ഞോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ കാര്യത്തിനൊരു തീരുമാനമാക്കണം. എന്തായാലും ഞാൻ ഇന്ന് വൈകിട്ട് ഇറങ്ങാം. നമുക്ക് വൈകിട്ട് ഇറങ്ങാം. നീ എത്തിയോ? നീ എവിടെ? ഞാൻ റെഡി ആയിട്ട് വന്നതാ. അതെ, ഞാൻ പോവാം. ദീപ പോലെ പ്ലീസ്. എനിക്ക് വേണ്ട. ഇനി എനിക്കൊന്നും കേൾക്കണ്ട. ദീപനെ നിങ്ങൾ ഇന്നലെ കാണൽ തുടങ്ങിയിട്ടുള്ളൂ. അതിനു മുമ്പ് ഞങ്ങൾ ഒന്നാണ്. ദീപ എന്റെ വൈഫ് എന്താ ആയത്? അതിനു മുമ്പ് ഞങ്ങൾ ഒന്നും കേൾക്കണ്ട. ഞാൻ അവളുടെ കൂടെ. ഞങ്ങൾ തമ്മിൽ പിരിയാൻ വയ്യ. നിങ്ങൾ രണ്ടാളും പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. ആയിക്കോട്ടെ, ഞങ്ങളെ മനസ്സാണ് ഞങ്ങൾ നോക്കണത്. എനിക്ക് അതൊന്നും കുഴപ്പമില്ല ഏട്ടാ. ഞാൻ ദീപ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല പ്ലീസ് പോലെ. നീ പോലെ പ്ലീസ് ദീപ. നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇവളില്ലാതെ പറ്റൂല. അതാണ്. അപ്പൊ നമുക്ക് സംസാരിച്ചിരിക്കാം. നമുക്ക് പോവാം. ഒരു മിനിറ്റ് പ്ലീസ് പോലെ.
എനിക്ക് ഞാൻ ദീപല്ലാതെ നിങ്ങളോട് ഒരു ജീവിക്കാൻ പറ്റില്ല. വട്ടം പറഞ്ഞു, നിങ്ങളെക്കാട്ടി മുന്നേ ഞാനാണ് ഇവിടെ ഭർത്താവ്, ഞങ്ങള് ഭാര്യയും ഭർത്താവ് ആണെന്നുള്ളത്. ദീപ പ്ലീസ്, ഞാൻ എനിക്ക് ഇവളോട് സംസാരിക്കണം പ്ലീസ്. ദീപ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറെ വട്ടം പറഞ്ഞതാ, നിങ്ങൾക്ക് ഭാര്യയായി ഞാൻ നിന്നിട്ട് ഇവിടെ ഒരു കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വേറെ കല്യാണം കഴിക്കും. ഞാൻ എവിടെയെങ്കിലും, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ദീപ ജീവിച്ചോളാം. നീ ഇനി ഇല്ലാതെ ഞങ്ങളെ എനിക്ക് തെരഞ്ഞു പറ്റില്ല. ദീപ വരരുത് പ്ലീസ് പ്ലീസ്. പ്ലീസ് പോവല്ലേ പ്ലീസ്. ദീപ പ്ലീസ് പ്ലീസ് പോവല്ലേ. നിങ്ങൾ എന്താ ചെയ്യണേ? വിട്ട് പോവരുത് പ്ലീസ്. ചേട്ട് വാതിൽ തുറക്കട്ടെ, മാറ്. ഞാൻ മാറില്ല. ഇങ്ങോട്ട് മാറാനല്ലേ ദീപ ദീപ പ്ലീസ് പോവരുത് പ്ലീസ്. പറയണ കേക്ക്. ആദ്യം മാറ്. പോവരുത്. ഞങ്ങക്ക് നിങ്ങളോട് പോണം. പറഞ്ഞത് ഞങ്ങൾക്ക് പോണം. ഞാൻ റെഡി ആയി വന്നതാ, അതാ കണ്ടാ. കണ്ട് ദീപ പ്ലീസ് പോവരുത്. നാദി പ്ലീസ്, എനിക്ക് ദീപനെ താ. ഏട്ടാ ഞാൻ പറഞ്ഞതല്ലേ, 100 വട്ടം പറഞ്ഞു, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഏട്ടാ ഇങ്ങോട്ട് മാറിക്കേ. ദീപ പ്ലീസ്. നിങ്ങൾ രണ്ടുപേരും നല്ല പ്രണയത്തിലാന്ന് എനിക്കറിയാം. ഒരിക്കലും വേർപിരിയാൻ പറ്റില്ല എന്നറിയാം. പക്ഷെ നിന്നെ എനിക്ക് പിരിയാൻ പറ്റില്ല. നിനക്ക് ഇവളും വേർപിരിയാൻ പറ്റില്ല എന്നറിയാം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവളെ കല്യാണം കഴിക്കാം. രണ്ടുപേർക്കും പിരിയാൻ പറ്റില്ലല്ലോ. ഇവളെ ഞാൻ കല്യാണം കഴിച്ചോളാം.